വിവാദത്തെ തുടർന്ന് 2 ദിവസം അവധിയായിരുന്ന സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ ഇന്ന് തുറന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ പരാതി നൽകിയിട്ടുള്ള കുട്ടി ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അപക്വവും അജ്ഞത നിറഞ്ഞതും ആണ് എന്ന് KCBC ജാഗ്രതാ സമിതി വിമർശിക്കുന്നുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുണും ഡാനി പോളും ആണ് ചേരുന്നത്. ആദ്യം ഡാനി, ഈ സ്കൂളിന്റെ പ്രവർത്തനം ഇന്ന് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ പഠനം ക്ലാസുകൾ ആരംഭിക്കുന്ന സമയമാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സ്കൂൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ ഈ സ്കൂളിന്റെ പ്രവർത്തനം സുഗമമായാണ് മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടി ഇന്നിപ്പോൾ എത്തിയിട്ടില്ല. ആരോഗ്യപരമായ കാരണങ്ങളാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. അഭിലാഷ, സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അധ്യയനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇതുവരെയും ഒരു രീതിയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അധ്യയനം മുന്നോട്ട് പോകുന്നു, വിദ്യാർത്ഥികളെത്തുന്നു എന്നതെല്ലാം തന്നെയാണ്. പരാതി നൽകിയ പെൺകുട്ടി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ ദിവസങ്ങൾ അവധിയാണ് എന്നത് മാനേജ്മെൻറ്റിന് അധ്യാപകരെ അടക്കം അറിയിച്ചിട്ടുണ്ട്. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. ഉള്ളത് ഇന്ന് 11 മണിക്ക് മുൻപായിട്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പിന് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇന്നലെ നൽകിയ നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർ നൽകണം. അത് മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇവരുടെ അഭിഭാഷകയും അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരാലോചിച്ചുള്ള ആ ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇക്കാര്യത്തിൽ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഒരു പിടിവാശി ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുടുംബത്തിന് യോജിച്ച ഒരു തീരുമാനമെടുക്കാം. എന്താണ് ആ തീരുമാനമെന്നത് അറിയിക്കണം. അത് ഹിജാബ് ധരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ആ കാര്യത്തിൽ സർക്കാരിൻ്റെ പിന്തുണയടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മാനേജ്മെൻറ്റിനെ അറിയിക്കുക എന്നതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നത് ഈ കാര്യത്തിൽ തങ്ങൾക്ക് ഒരു പിടിവാശിയുമില്ല. സ്കൂൾ മാനേജ്മെൻറ്റ് എന്ത് പറയുന്നു അതനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു ഡ്രസ് കോഡ് എന്താണ് അതനുസരിച്ചുകൊണ്ട് തങ്ങൾ മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് സ്കൂൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയെ തുടർന്ന് ഹൈബിയുടെ MPയുമായി നടത്തിയ ചർച്ചയിൽ അവർ വ്യക്തമാക്കിയത്. ഏതായാലും അതിന് അപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും അവർ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ സംസാരിച്ച ഷൈജു കൈതവളപ്പിൽ നമുക്കൊപ്പം തന്നെയുണ്ട്. അദ്ദേഹം PTA ഭാരവാഹിയാണ്, PTA പ്രസിഡന്റാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു തീരുമാനം ഇത് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു കുടുംബം അറിയിച്ചിട്ടുണ്ടോ മറ്റെന്തെങ്കിലും? അതെ, ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ അവർ കൊടുത്ത ചാനൽ ബൈറ്റിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത്. നോർമലി കുട്ടിയെ പഠിപ്പിക്കാമെന്ന് അന്നും ഞങ്ങൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുട്ടി വരട്ടെ, പഠിപ്പിക്കാം, ഒരു വിഷയമില്ല. പിന്നെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രമല്ലേ നമ്മൾ മറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായിട്ടും കുട്ടി ഇവിടെ പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ വരട്ടെ, അന്നും അവർ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഇന്നലെ ബൈറ്റിൽ നമ്മൾ കണ്ടത് കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കണ്ടു. ആ ഒരു നിലപാടിൽ നിന്ന് മാറ്റം വരുത്തുന്നതായിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ സ്കൂളിൻ്റെ ഒരു അധ്യയന ദിവസം രണ്ടാമത് തുടങ്ങിയിരിക്കുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ശാന്തമാണ്. ഇപ്പം വേറെ ശാന്തമാണെങ്കിലും മാതാപിതാക്കളുടെ ഉള്ളിൽ ആശങ്ക, ഇത്രയും പോലീസിനെ കണ്ട് കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം മന്ത്രിയുടെ ഇന്നലത്തെ ഒരു പ്രസ്താവന അത് മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട്. ഇനിയും ഈ ആളുകൾ ഇങ്ങനെ വീണ്ടും ഈ തീർന്ന കാര്യങ്ങളിൽ വീണ്ടും ഈ പറയുന്ന പോലെ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക മന്ത്രിയുടെ പ്രസ്താവനയിലൂടെയാണ് ആൾക്കാർക്കിലേക്ക് ഉണ്ടാക്കിയത്. അതുവരെ ശാന്തമാണ്. ഈ മന്ത്രിയുടെ പ്രസ്താവന ഈ വിഷയങ്ങൾ തീർന്നു എന്ന് തോന്നുന്ന ഒരു അവസരത്തിലാണ് പ്രസ്താവന. അതൊരു അനവസരമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. മന്ത്രി അത് തീർന്നെങ്കിൽ പിന്നെ അത് ശാന്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കുള്ളതാണ്. മന്ത്രി ആഗ്രഹിക്കുന്നത് നല്ല രീതിയിലുള്ള ശാന്തമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യം മന്ത്രി എന്തുകൊണ്ട് മറിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടു, അല്ലെങ്കിൽ പത്രക്കുറിപ്പിലൂടെ പുറത്തുവിട്ടു എന്നുള്ളത് അത് മന്ത്രിയെ ജയിപ്പിച്ച പാർട്ടി തെറ്റിദ്ധരിപ്പിച്ചതാണോ ഇല്ലയെന്നുള്ള അറിയില്ല. ശരിയായി ധരിച്ചതാണെങ്കിലും ഒരു മന്ത്രി തെറ്റിദ്ധരിക്കാൻ പാടില്ല. ശരിയായി ധരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മന്ത്രിയെ ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിനു വേണ്ടിയിട്ടല്ലോ മന്ത്രിസഭയിലേക്ക് ഒരു മന്ത്രിനെ എടുക്കുന്ന മുഖ്യമന്ത്രിക്ക് സെലക്ട് ചെയ്യണ്ടേ. ഈ ഒന്നും അറിയാൻ പാടാത്ത ഒരാളെ കൊണ്ട് മന്ത്രിയാക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് പറ്റിയ ഉദ്യോഗസ്ഥരുടെ ഉപദേശം തേടാനുള്ള IAS നിയമിക്കണം. അവരോട് ഉപദേശം തേടിയിട്ട് വേണം ഈ പറയുന്ന. അത് തേടിയിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ആർക്കും കൈകാര്യം ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് ഒരു എന്താ പറയുക, ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് തെറ്റൊന്നുമില്ല, നല്ല ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഫേസ്ബുക്കിലൂടെ അല്ല പ്രതികരിക്കേണ്ടത്. കൃത്യമായിട്ട് ഉത്തരവാദിത്തം കാണിക്കണം.
ഇതിൽ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് വരിക, അത് സ്കൂളിലൊരു ഡ്രസ് കോഡുണ്ട്, നാളുകളായിട്ട് നിലവിലുള്ള അതിൽ ഈ ഒരു മാറ്റം വരുത്താൻ ഇപ്പോൾ മന്ത്രി ആവശ്യമെങ്കിൽ അവർക്ക് പിന്തുണ നൽകുമെന്നെല്ലാം തന്നെ പറയുമ്പോൾ ഒരു നിലപാടിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് തന്നെയാണോ സ്കൂൾ മാനേജ്മെന്റ്? നിലപാടുകളെന്ന് പറയുന്നത് സ്കൂളിൻ്റെ അച്ചടക്കത്തെ ബാധിക്കുന്ന നിലപാടിലേക്ക് സ്കൂൾ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൻ്റെ അച്ചടക്കമാണ് കുട്ടികളുടെ അച്ചടക്കം. കുട്ടികളുടെ അച്ചടക്കമാണ് ഈ പറയുന്ന സമൂഹത്തിൻ്റെ അച്ചടക്കം. സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെ അച്ചടക്കം കാക്കേണ്ടവരാണ് ഈ പറയുന്ന മന്ത്രിമാരും അതുപോലുള്ള ഈ പറയുന്ന നമ്മുടെ ജനപ്രതിനിധികളും. ഈ സ്കൂൾ ആ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ പറയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അല്ലേ? പിന്നെ എന്നത് നമ്മുടെ സ്കൂള് എന്താണോ വിട്ടുവീഴ്ച എന്ന് പറയാനായിട്ട് ഇതിനകത്ത് എന്തിനാണ് നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കുന്നത്? ഉദ്യോഗസ്ഥനോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ചടക്കത്തിനോ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന കുട്ടി എങ്ങനെയാണ് നന്നായിട്ട് പെരുമാറാൻ പറ്റുക? ഇതിലിപ്പോൾ ഇന്ന് 11 മണിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞങ്ങൾ ഫേസ്ബുക്കിൽ മറുപടി കൊടുത്താൽ മതിയാവും? നടപടി ഇങ്ങനെ വേണമെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് ഞങ്ങൾ മറുപടി കൊടുക്കേണ്ടത്, അല്ലല്ലോ. ഒരു മന്ത്രി ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. ഇല്ല, അറിയിച്ചിട്ടില്ല. നമുക്ക് അറിയിച്ചിട്ടുണ്ടോ അത് വൈകിപ്പിക്കണോ എന്നുള്ളത് മറ്റ് മന്ത്രിയുടെ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുന്ന താഴെയുള്ള ഉദ്യോഗസ്ഥരാണ് അറിയിക്കേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അവർ വൈകിപ്പിക്കുന്നതായിരിക്കും. മന്ത്രി നിർദ്ദേശം കൊടുത്തല്ലേ ആ താഴേക്കിടയ്ക്ക് ഉള്ള അവരുടെ ഈ മന്ത്രിയുടെ ഉത്തരവ് പാലിക്കാനുള്ള ഉദ്യോഗസ്ഥരാണ് അതിന് മറുപടി പറയേണ്ടത്. ഇന്നിപ്പോൾ 11 മണിക്ക് മീറ്റിംഗോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇത് 10 കഴിയുമ്പോൾ ക്ലാസ് കഴിയും. അഭിഭാഷക വന്നിട്ടുണ്ടോ നിയമവശങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അഭിലാഷ്, അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യം വ്യക്തമാണ്. കാരണം ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി എന്താ എന്നത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലാണ് എല്ലാവരും നിൽക്കുന്നത്. കുടുംബം മറിച്ചൊരു തീരുമാനം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇന്നലെ ഈ ചാനലിലെല്ലാവരും തന്നെ പ്രതികരിച്ചതുപോലെ തന്നെ, മാധ്യമങ്ങളോട് പ്രതികരിച്ചതുപോലെ തന്നെ തങ്ങൾ ഈ സ്കൂളിൻ്റെ നിയമാവലി അനുസരിച്ച് കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് അറിയിച്ചു. അതിന് മറുത്ത രീതിയിൽ മറ്റൊന്നും തന്നെ മന്ത്രിയുടെ ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെയും ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ അറിയിപ്പ് മാത്രമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് പക്ഷേ 11 മണിക്കകം റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഡാനിയിലേക്ക് വരാം. വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്നതാണ്. ഒപ്പം ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ക്ലാസ്സിലേക്ക് വരണമെങ്കിൽ അത് വരാം. അതേസമയം കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എങ്കിൽ ഇത് അടഞ്ഞ അധ്യായമാണ് എന്നും പറയുന്നു. പക്ഷേ ഇന്നലെ നമുക്കറിയാമല്ലോ ഈ വിഷയം പരിഹരിക്കപ്പെട്ടു എന്ന് ആ കുട്ടിയുടെ രക്ഷിതാവ് തന്നെ പറഞ്ഞതാണ്, മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. കുട്ടി സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ വരും, ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഒരു തുടർ ചർച്ചയ്ക്ക് വഴിയൊരുക്കേണ്ടതില്ല എന്ന് ആ കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നു. അതിനുശേഷമായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്നത്. ഒപ്പം സ്കൂളിനെതിരായി വിമർശനവും വരുന്നത്. ഇപ്പോഴിത് വിവിധ സഭകൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് ദീപികയുടെ മുഖപ്രസംഗം എന്നത് പ്രധാനമായും ഈ വിഷയത്തെ ഊന്നിക്കൊണ്ടാണ്. അങ്ങനെ ഒരു വിഷയം വീണ്ടും ഓൺ ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. ഇന്ന് ഈ കുട്ടി സ്കൂളിലേക്ക് വന്നിട്ടുമില്ല. ഒരുപക്ഷെ ഇതൊരു ചേരി തിരിഞ്ഞുള്ള പോരിലേക്ക് ഇനിയും സാഹചര്യങ്ങളെ എത്തിച്ചേക്കാം എന്നാണോ മനസ്സിലാക്കേണ്ടത്?